ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹാൻഡ് ക്രീമാണ്. നമുക്ക് കയ്യിലൊക്കെ ഡ്രൈനെസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ സമയം ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും പെട്ടെന്ന് കൈകൾ ഡ്രൈ ആവും. ഒരുപാട് ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു അടിപൊളി സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. കയ്യിൽ മാത്രം നിറം കുറവാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ സ്കിൻ ലൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ മുഴുവനായിട്ടും കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഹാൻഡ് ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ഹാൻഡ് ക്രീമാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയ സംഭവത്തിൻ്റെ റിവ്യൂ അല്ല, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണ്ടി വരും. അത് മാത്രം നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. നമ്മുടെ ആവശ്യമാണല്ലോ, അതുകൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്തേ പറ്റൂ. അപ്പോൾ മുഴുവനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. എന്നിട്ട് ഞാനത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ബേസ് ക്രീമാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ബേബി ക്രീം യൂസ് ചെയ്യാം, ബോഡി ലോഷൻസ് യൂസ് ചെയ്യാം, ഫേസിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രീം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഹാൻഡ് ക്രീം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടെയ്നറിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഹാൻഡ് ക്രീം ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുപോകാനും ഒക്കെ ഈസി ആയിരിക്കും. ഓഫീസിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിലോട്ട് കുങ്കുമാതി തൈലത്തിൻ്റെ 3-4 ഡ്രോപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹാൻഡ് ക്രീം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് മാത്രം എടുത്താണ് ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യാം. അതല്ല നമുക്കിനി ഉച്ചയ്ക്ക് നമ്മൾ ഹാൻഡൊക്കെ നന്നായിട്ട് കൈയൊക്കെ കഴുകിയതിന് ശേഷം കുറച്ച് ഡ്രൈനെസ് ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. എ സിയിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നവരാണെങ്കിൽ എപ്പോഴും കൈ ഇങ്ങനെ ഡ്രൈ ആയി പോയിക്കൊണ്ടിരിക്കും. കാര്യം നമ്മൾ കൈയാണ് എക്സ്പോസ് ആവുന്നത്. നമ്മുടെ കൈ വെച്ച് നമ്മൾ വർക്കും ചെയ്തുകൊണ്ടിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് ടേബിളിൻ്റെ പുറത്തായിരിക്കും. എ സിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കയ്യിലോട്ട് തണുപ്പ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈകൾ ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ എ സിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് ക്രീം നന്നായിട്ട് വർക്ക് ആവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ കുങ്കുമാതി തൈലം യൂസ് ചെയ്ത് എന്താ വെച്ചാൽ കുങ്കുമാതി തൈലം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. ഒരു കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ബേസ് ക്രീം ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ ആണ്, നിവ്യ സോഫ്റ്റ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീം അത് നിങ്ങൾ എടുക്കുക. ബോഡി ലോഷൻ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് കുങ്കുമാതി തൈലം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫേസിൽ നമുക്ക് എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല. കാര്യം എനിക്ക് തന്നെ പേഴ്സണലി അത് പിമ്പിൾസ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ കഴുത്തിലും കയ്യിലും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറ് പോലും ഇല്ല. വല്ലപ്പോഴും കൂടെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവിൻ്റെ സ്ട്രാൻഡ്സ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കുറച്ച് റോസ് വാട്ടറിൽ ഒരു 1-2 സ്ട്രാൻഡ്സ് എടുത്തിട്ട് കുറച്ച് റോസ് വാട്ടറിൽ മുക്കി വെക്കുക. എന്നിട്ട് നമുക്കതും കുങ്കുമപ്പൂവും റോസ് വാട്ടറും രണ്ടും കൂടെ ചേർത്ത് തന്നെ ഈ ബേസ് ക്രീമിൽ മിക്സ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. കാര്യം കുങ്കുമപ്പൂ എന്ന് പറയുന്നത് നന്നായിട്ട് സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കും. ബോഡി ലോഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൈ ഇവിടെ മാത്രം ഒരു നിറവ്യത്യാസം, ഇങ്ങോട്ടൊക്കെ ബ്ലാക്ക് ആയിരുന്നാൽ നല്ല ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഹാൻഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. രാവിലെയും രാത്രിയും ഫുൾ ഹാൻഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ കൈക്കും കാലിനും ഒക്കെ നിറം വയ്ക്കാനും ഇത് സഹായിക്കും. കുങ്കുമപ്പൂവും കുങ്കുമാതി തൈലം ഒന്നും എല്ലാവരുടെ കയ്യിലും ഉറപ്പായിട്ട് ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ബട്ട് സ്റ്റിൽ അത് നല്ലതാണ്, നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ഗ്ലിസറിനും കൂടെ ഒരു 2-3 ഡ്രോപ്പ് ഒരു ക്വാണ്ടിറ്റിക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒരു 1/2 സ്പൂൺ ഗ്ലിസറിനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോസിൽ അതൊക്കെ കൺസിഡർ ചെയ്യാം കേട്ടോ. നേരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.